ഗൈസ് അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു. അപ്പോൾ ഗൈസ് എന്താണ് ഇന്ന് വിഷുവിന്റെ തലേ ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ പർച്ചേസിന് വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ അമ്മയുണ്ട് കേട്ടോ ഗൈസ് കൂടെ. അതായത് വീട്ടിലായിരുന്നു, ഞങ്ങൾ നേരെപ്പോയിട്ട് വീട്ടിൽ പോയി പർച്ചേസ് അമ്മനവിടെ പോയിട്ട് പിക്ക് ചെയ്തിട്ട് വരികയാണ് കേട്ടോ. വിഷുവിന്റെ ആണ് ഈ സാധനങ്ങൾ നമുക്കൊന്നും അങ്ങനെ ഫുള്ളായിട്ടൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഗൈസ് അമ്മ ചിങ്കുടു എന്താണ് എക്കിട്ടും വന്നിട്ട് നിക്കാനട്ടോ ഗൈസ്. അമ്മോ പിന്നെ അതുപോലെ തന്നെ വിഷു ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. നല്ല രീതിക്ക് നമുക്ക് എന്ത് പഠിക്കാന്നുണ്ടെങ്കിലും ഫുള്ള് തിരക്കാണ്. ശരി, ഞങ്ങൾ നേരത്തെ ഇറങ്ങണം വിചാരിച്ചു, പക്ഷെ നമ്മുടെ കാര്യം എപ്പോഴും പിന്നെ അങ്ങനെയാണല്ലോ, ലേറ്റ് ആയിട്ട് ഇറങ്ങുള്ളൂ. പിന്നെ അമ്മയില്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് എന്താ പറയാ ടൈമില്ല, ഒന്നിനും പോരാ. അതായത് അമ്മ വിഷുവിന് അവിടെ കാടൂര് പോയിട്ട് അവിടെ നിന്ന് വിഷു ആഘോഷിച്ചിട്ട് വിഷുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അമ്മ വരും അല്ലേ. കുറച്ച് ദിവസം പറഞ്ഞാൽ ചേച്ചിയും കുട്ടിയും വരുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അമ്മ വരും. അറിയില്ല, വരില്ലമ്മ. ഇവിടെയാണ് ഗൈസ് എല്ലാവരും വായി തുറന്നത്. തുപ്പ് അമ്പടി വണ്ടി വിട്ടാണ്. അപ്പൊ ഗൈസ് ഈ കടയിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾ പടക്കങ്ങളും കാര്യങ്ങളൊക്കെ മേടിച്ച്. നല്ല തിരക്കുള്ളതായാലും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നല്ല ഇവിടെ കാറടക്കം ബ്ലോക്കാണ് ഗൈസ്. അമ്മാതിരി തിരക്കാണ്. ഏകദേശം മേടിച്ചു ഞങ്ങള് പടക്കവും കാര്യങ്ങളൊക്കെ മേടിച്ചു കഴിഞ്ഞു. ബാക്കി ഇനി കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ട്. പിന്നെ അതുപോലെ ചിങ്ങട് ഉറങ്ങാൻ ചിങ്ങട് ഉറങ്ങി. അപ്പൊ ചിങ്ങട് അമ്മേനെ വണ്ടിയിൽ വെച്ചിട്ട് ഞങ്ങൾ പോയി മേടിച്ചിട്ട് വന്നു. ഉറങ്ങിയതായാലും കുഴപ്പമില്ല, എനിക്കിനു മുന്നേ നമുക്ക് കുറച്ച് പർച്ചേസ് ചെയ്യാലോ ഗൈസ്. അങ്ങനെ ഫൈനലി വീടെത്തി. പർച്ചേസ് ചെയ്യാൻ പോയ ഫുള്ള് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. എന്താ വെച്ചാൽ ഒന്നാമത് വിഷുവും കാര്യങ്ങളായതുകൊണ്ട് തന്നെ ടൗണിൽ നിന്ന് മാത്രമല്ല ഏകദേശം എല്ലാവരും മെയിൻ ജംഗ്ഷനിൽ വരുന്നവിടെ അറിയാലോ വിഷു കാര്യങ്ങളായി കഴിഞ്ഞ് പടക്കം അതുപോലെ ഫ്രൂട്ട്സ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മെയിൻ ജംഗ്ഷനുകളിൽ ഫുള്ള് നല്ല തിരക്കായിരിക്കും. ഞങ്ങളാണെന്നൊരു ടൗണിലേക്ക് പോയി. ടൗണിൽ പിന്നെ പറയേ വേണ്ട, നല്ല തിരക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് എന്താ പറയുക ബുദ്ധിമുട്ടി. ഓരോ സാധനങ്ങൾ മേടിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം തിരക്കിൽ പെട്ട് അങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു എന്താ പറയുക ഒരു ഫെസ്റ്റിവൽ അല്ലേ. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ആഘോഷിക്കുന്നതുകൊണ്ട് തന്നെ എന്താണ് അതിൻ്റേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളും ടൗണിലുണ്ടായിരുന്നു. പിന്നെ വീടെത്തിയിട്ടാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ നേരെ അത് കഴിഞ്ഞിട്ട് നേരെ അമ്മനെ വീട്ടിൽ വിട്ടിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. ഇവിടെ വന്നിട്ട് ഫുഡ് കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് വയ്ക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾ രാവിലെ വേറൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പിന്നെയാണ് ഞങ്ങൾ പുറത്ത് അത് പർച്ചേസിന് വേണ്ടി ഇറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡും കാര്യങ്ങളൊന്നും വീട്ടിൽ വയ്ക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നു. ഒരു ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. ചിങ്ങടാണെന്നുണ്ടെങ്കിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ആൾക്ക് ഉറങ്ങാൻ പറ്റാത്തൊരു ഇതിലിങ്ങനെ കരച്ചിലുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചിങ്ങട് ഉറങ്ങി. ചിങ്ങടിൻ്റെ ഒപ്പം തന്നെ ഫീഡ് ചെയ്തിട്ട് വാവിച്ച് ഉറങ്ങിയിട്ട്. അപ്പോൾ ഞാൻ വാവിച്ചിനെ വിളിച്ചപ്പോൾ എനിക്ക് വയ്യ, ഞാൻ നല്ല ടയർഡ് ഉണ്ടായിരുന്നില്ല, കിടക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും വാവിച്ചും ചിങ്ങടും ഉറങ്ങി. ഇനിയിപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിലും ഫ്രഷ് ആയിട്ട് ഇനിയിപ്പോൾ ഞാനും ഉറങ്ങണം. അപ്പോൾ നമ്മൾ പർച്ചേസിന് വേണ്ടി എന്തൊക്കെയാണ് മേടിച്ചെന്ന് കണ്ടു. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു കേട്ടോ ഗൈസ്. ഫസ്റ്റ് തന്നെ മെയിൻ സാധനം ഗൈസ് പടക്കം പറഞ്ഞാൽ പൊട്ടണമൊന്നുമില്ല. മെയിൻ വന്നിട്ട് ഈ മേലേക്ക് പോയി പൊട്ടുന്നത് കേട്ടോ. പൊട്ടണ പറഞ്ഞാൽ ഇത് ഉദ്ദേശിച്ച് ഗുണ്ടുകയല്ല അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ കമ്പിത്തിരി കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ വിഷുച്ചക്രം, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസാണ് കേട്ടോ. പൊട്ടണത് വെച്ച് കഴിഞ്ഞാൽ പൊട്ടണത് മേടിക്കും, പക്ഷേ ചിങ്ങട് ഉള്ളത് കൊണ്ട് തന്നെ പൊട്ടുന്നത് ഒരു ശരി നല്ലതല്ലല്ലോ കുട്ടികൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത് വേണ്ടാന്ന് വെച്ചിട്ട് പൊട്ടുന്നത് ഒഴിവാക്കി. അപ്പോൾ പൊട്ടുന്നത് ഞങ്ങളൊന്നും മേടിച്ചില്ല. കമ്പിത്തിരി, മത്താപ്പ് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് മേടിച്ച്. നെക്സ്റ്റ് വന്നിട്ട് വെള്ളരിക്കും ഓറഞ്ചും പിന്നെ അതുപോലെ തന്നെ മുല്ലപ്പൂവും പിന്നെ ഇതിലൊരു സ്റ്റിക്ക് ഉണ്ട് ഗൈസ്. ഇത് എന്തോ കണിക്ക് വയ്ക്കുന്ന എന്തോ സംഭവം എന്ന് പറഞ്ഞിട്ട് പൂവ് മേടിക്കുമ്പോൾ അവർ തന്നാണ് കേട്ടോ. എന്താണെന്ന് അറിയുന്ന ഒരു കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഈ സംഭവം വന്നിട്ട് അരളിയും തുളസിയും കൂടി കെട്ടിയത്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് എണ്ണയും കാര്യങ്ങളും പിന്നെ പുളിയവരയ്ക്ക അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് അത് മേടിച്ചു. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദനത്തിരി 2 ചന്ദനത്തിരി മേടിച്ചു, ലാവൻഡർ ഫ്ലേവർ. പിന്നെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് ഉണ്ട്. അതായത് പൈനാപ്പിൾ, ചെറുപഴം, പിന്നെ അതുപോലെ തന്നെ ആപ്പിൾ, മുന്തിരി അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ്. പിന്നെ ഈ കദളിപ്പഴം വന്നിട്ട് ഈ ഒരു സീസണിൽ എന്താ സംഭവം അറിയില്ല, എനിക്കൊന്നാമത് കദളിപ്പഴം നല്ല ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ഈ വിഷു സമയത്തൊക്കെയാണ് കൂടുതൽ കദളിപ്പഴം അതിനായിട്ട് ഫോക്കസ് ചെയ്ത് മേടിക്കുക. പിന്നെ ഈ സമയത്താണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോയ ഏകദേശം എല്ലാവിടെയും 1-2 കദളിപ്പഴം മാത്രം വെച്ചുള്ളൂ. അപ്പോൾ അവർ ചോദിക്കുമ്പോൾ അവർ പറയാം
കദളിപ്പഴം കിട്ടാൻ വഴിയില്ല എന്ന് പറഞ്ഞു. ലാസ്റ്റ് ഒരു കടയിൽ നിന്ന് ഞങ്ങൾക്ക് അത് കിട്ടിയത്. അതായത് എന്താണ് കുറച്ച് കുഴപ്പമില്ലാണ്ട് അവിടെ നിന്ന് തോന്നിയപ്പോൾ അവിടെ നിന്ന് മേടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് മാക്സിമം എല്ലാ കടകളിലും കദളിപ്പഴം തൂങ്ങിക്കൊണ്ടിരിക്കുന്നു കേസ്. അത് അടിപൊളി അതായത് ഒരു വാട്ടും കാണുന്നില്ലാത്ത ഇല്ലാത്ത അടിപൊളി കദളിപ്പഴമാണ്. പിന്നെ നമ്മൾ മേടിച്ചല്ലോ, പിന്നെ കുഴപ്പമില്ലാന്ന് വെച്ചിട്ട് അതിന് നമ്മൾ എടുത്തു. കുഴപ്പമില്ല, നമ്മൾ മേടിച്ചു, കേടൊന്നുമില്ല. പക്ഷെ അതിന് വെച്ച് കുറച്ചുകൂടെ ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നത് വരുമ്പോൾ കണ്ടു കേട്ടോ. പിന്നെ നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മത്തൻ. ഇത് ഈ വിഷു സമയത്ത് മാത്രം വരുന്നതാണ് തോന്നുന്നു കേട്ടോ, എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ അത് അറിയുന്നൊരു കമൻറ്റ് ചെയ്യാം. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാവജിക്ക് വേണ്ടിയിട്ട് കണ്ണാടി മേടിച്ചു. വാവജിൻ്റെ ഓൾറെഡി ഉള്ളത് വന്നിട്ട് പൊട്ടിപ്പോയി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അലമാരയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ണാടിക്കൊരു ക്ഷാമമുണ്ട് കൈസ്. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ വലുത് മേടിച്ച് വെച്ച് നമുക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ബുദ്ധിമുട്ടല്ല, കണ്ണാടി ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാവജിക്ക് അവിടെ നിന്ന് മേടിക്കാൻ പോയ സമയത്ത്, അതായത് വേറെ സംഭവം മേടിക്കാൻ പോയ സമയത്ത് അവിടെ നിന്ന് കുറച്ച് അടിപൊളിയായിട്ടുള്ളൊരു കണ്ണാടി ഉണ്ട്. അപ്പോൾ അത് വാവജിക്ക് വേണ്ടി മേടിച്ചാണ്. പിന്നെ നെക്സ്റ്റ് ഈ നീളത്തിലിരിക്കുന്നതാണ് കൃഷ്ണൻ. അപ്പോൾ കണിയും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണനെ മേടിച്ചു. പിന്നെ അതുപോലെ തന്നെ ഈ സംഭവം വന്നിട്ട് നിലവിളക്ക് കേട്ടോ. അപ്പോൾ ഈ ഇത്രയും ഐറ്റംസാണ് മേടിച്ചത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ കണിയൊക്കെ ഒരുക്കിയിട്ടൊന്ന് അടിപൊളി സെറ്റപ്പ് ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അറിയില്ല, ഒന്നാമത് ഞാനും ഇതുവരെ കണിയും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ വാവച്ചി പ്രാവശ്യം എന്തായാലും കണിയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും എങ്ങനെയാണെന്ന് കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ അതുപോലെ ഈ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുമ്പോഴാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ അതായത് കാടൂരിക്കും മേടിച്ചിട്ട് അമ്മ അവിടെ ഞങ്ങൾ വിഷു ചെയ്യുന്നത്. അപ്പോൾ അവിടേക്കും മേടിച്ചിട്ട് അമ്മ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അവിടേക്കും മേടിച്ചു, ഇവിടേക്കും കൂടി അങ്ങനെ ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ അവർക്ക്, അതായത് അമ്മയ്ക്കും അറിയാമല്ലോ എന്തൊക്കെയാണെന്ന്. അപ്പോൾ അമ്മയും വായിച്ചുകൊണ്ട് പറഞ്ഞിട്ട് അങ്ങനെയാണ് മേടിച്ചത്. കാരണം എനിക്കറിയില്ല, ഞാനും ഇതുവരെ കണി കണ്ടിട്ടില്ല. പ്രാവശ്യം കണി കാണുന്നത് എങ്ങനെയാണ് എന്താണെന്നുള്ളൊരു ഇതുണ്ട്. കാരണം വാവച്ചിക്ക് വെക്കാൻ അറിയുമെന്ന് വായിച്ച് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പർച്ചേസിങ് വീഡിയോ ഇത്രയേ ഉള്ളൂ. വാവച്ചി ഉണ്ടാവുമെന്ന് ചോദിച്ചു, പക്ഷെ വാവച്ചി ഉറങ്ങിപ്പോയി ഗൈസ്. എന്തായാലും കുഴപ്പമില്ല, കാരണം നല്ല ടയേർഡ് ഉണ്ടാവും, ട്രാവലിംഗ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടയേർഡാണ്. അപ്പോൾ എന്തായാലും വാവച്ചി ഇങ്ങോട്ട് ഉറങ്ങട്ടെ. ഇനിയിപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിലും ഇനി പോയിട്ട് ഫ്രഷ് ആയിട്ട് ഞാനും കിടന്ന് ഉറങ്ങണം. അപ്പോൾ എല്ലാവരും എന്താണ് വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് എന്താണ് അഭിപ്രായങ്ങൾ എല്ലാം കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും വിഷുവിൻ്റെ അടിപൊളി വീഡിയോ എന്തായാലും വരുന്നതാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തിൽ കാണുന്നതായിരിക്കും. ബൈ.